നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ പക മറക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ശ്രമിച്ചാൽ നിന്നെ കൊണ്ട് അതിന് സാധിക്കും. കുറച്ച് ക്ഷമ കാണിച്ചാ മതി, പതുക്കെ എല്ലാം ശരിയാവും. എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഒരു ഭർത്താവെന്ന നിലയ്ക്ക് എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിഞ്ഞെന്നിരിക്കട്ടെ. എന്റെ അമ്മയ്ക്ക് ഒരിക്കലും അവളെ അംഗീകരിക്കാൻ കഴിയില്ല. നിന്നെ പോലെ തന്നെ പോലീസിനോട് വെറുപ്പല്ലേ നിന്റെ അമ്മയ്ക്കും? ആ ദേഷ്യം മഞ്ജുവിനോട് കാണിക്കുന്നതായിരിക്കും. മഞ്ജുവിനോട് മാത്രമല്ല, അമ്മയ്ക്ക് ആദ്യം ദേഷ്യം എന്നോടും തോന്നി. പിന്നെ നാട്ടുകാര് പറയുന്നത് പോലെ ഞാൻ മഞ്ജുവിനെ പ്രേമിച്ച് നടക്കായിരുന്നെന്നാ അമ്മ വിശ്വസിച്ചിരുന്നത്. ഞാൻ വേണമെങ്കിൽ അമ്മയോട് സംസാരിക്കാം. ഏയ് വേണ്ട, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഗോപാൽജി കാരണമാ ഞാനൊരു പോലീസുകാരിയെ കല്യാണം കഴിക്കേണ്ട അവസ്ഥ വന്നു എന്ന് അമ്മ അറിഞ്ഞ അമ്മയ്ക്ക് ഗോപാൽജിയോട് ദേഷ്യം തോന്നും. അച്ഛൻ കാരണം നിനക്ക് എന്ത് അവസ്ഥയാ ഉണ്ടായത്? അച്ഛൻ പറഞ്ഞിട്ടാണോ നീ മഞ്ജുവിനെ കല്യാണം കഴിച്ചത്? സഞ്ജയ് ഒളിച്ചോടിയെങ്കിൽ കല്യാണം മുടങ്ങട്ടെ എന്ന് കരുതണമായിരുന്നു. നീ എന്തിനാ ചാടിക്കറി അവളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? നീ അങ്ങനെ ചെയ്യുമ്പോഴേ ആർക്കായാലും തോന്നും നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്. അങ്ങനെ അല്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിനക്കാണ്. എനിക്കാരെ ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ ഭാര്യയെ പ്രേമിച്ച് നടന്നിരുന്നല്ലേ നാട്ടുകാർ പറയുന്നത്. അവര് പറയട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഓഹോ, അപ്പൊ അവര് പറയുന്നതല്ല സത്യമാണല്ലേ? അങ്ങനെ തന്നെ കരുതിക്കോ. ഗിരി, നിനക്ക് എന്നെ മറക്കാൻ എങ്ങനെ സാധിച്ചു? എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ എപ്പോഴെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ സ്വയം ഓരോന്ന് ചിന്തിച്ചു കൂട്ടി മനക്കോട്ട കിട്ടിയത്. അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിന്നോട് പലവട്ടം മഞ്ജുവിനെ ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പോഴൊക്കെ നീ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ മണ്ടിയാക്കായിരുന്നുല്ലേ? അല്ല, നീ സ്വയം മണ്ടിയാവുമായിരുന്നു. മോളെ മോളെ, നീ എന്തിനാ ഗിരി അവളോട് അങ്ങനെ സംസാരിച്ചത്? അവക്ക് വല്ലാണ്ട് വിഷമായി. വിഷമിക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. അവൾക്കിപ്പോ എന്നോട് ദേഷ്യമായി കാണും. അവൾ എന്നെ വെറുക്കുന്നതാ നല്ലത്. എന്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനമില്ലെന്ന് മനസ്സിലാവുമ്പോ അവൾ എന്നെ മറന്നോളും. അതിന് ഞാൻ മഞ്ജുവിനോട് സ്നേഹത്തിലാണ് കഴിയുന്നതെന്ന് അവളെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവാൻ എന്നെ വെറുക്കുന്നതാണ് വഴിയെങ്കിൽ എനിക്കൊരു വിരോധവുമില്ല. നീ ഗോപാലേട്ടന് വേണ്ടി കുറെ ചെയ്യുന്നുണ്ട് മോനെ. ഈ കടങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെ തീർക്കുമെന്ന് എനിക്ക് അറിയില്ല. മാഡം എന്തൊക്കെയായി പറയുന്നത്? അച്ഛൻ മരിച്ചിട്ട് കുടുംബം പെരുവഴിയിലാവൂന്ന് പേടിച്ചു നിൽക്കുമ്പോഴാ ഗോപാൽജി എന്റെ കൈ പിടിച്ചത്. അന്ന് മുതൽ ഗോപാൽജിക്ക് എന്റെ മനസ്സില് ദൈവത്തിന്റെ സ്ഥാനമാ. ഞങ്ങൾ തമ്മിൽ കണക്കുകളൊന്നുമില്ല. ബോർഡ് മീറ്റിംഗിന് സമയമായി. മാഡം വേഗം വരും. ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാം. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനായത് ചേട്ടന്റെ ഭാഗ്യം. മഹാറാണി കിടക്കാൻ പോവായിരുന്നു. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഓ ഭാഗ്യം. ഇനി ഈ വീട്ടില് പട്ടിണി കിട്ടുമെന്ന് പറഞ്ഞ നടക്കില്ലല്ലോ. ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഹലോ ഹലോ, എന്താ ഉദ്ദേശം? നിലത്ത് കിടക്കാൻ. അയ്യോ, അത്രയ്ക്ക് ത്യാഗമൊന്നും ചെയ്യണ്ട. ഇനി നിന്നെ നിലത്ത് കിടത്തി എന്ന് പറഞ്ഞു കിടക്കാനല്ലേ? നീ ഈ കട്ടിൽ കിടന്നാ മതി.
അപ്പോ ഗിരിയേട്ടൻ താഴെ കിടക്കോ? അയ്യടാ, എന്റെ വീട്ടില് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച കട്ടിൽ കിടക്കുമ്പോ ഞാൻ എന്തിനാണ് നിലത്ത് കിടക്കുന്നേ? ഇത് ആവശ്യത്തിന് വലിപ്പമുള്ള കട്ടില്. ആ സൈഡ് നിനക്ക്, ഈ സൈഡ് എനിക്ക്. നീ എങ്ങോട്ട് തല വെച്ചാ കിടക്കുന്നത്? ഈ ഭാഗത്ത്. നിന്റെ മോന്ത കണ്ട് എഴുന്നേക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവിടെ തല വെച്ച് കിടക്കാം. മര്യാദയ്ക്ക് മുഖം നോക്കി കിടന്നാ മതിയായിരുന്നു. ഇതും കുഴപ്പമില്ല. നല്ല കാല്. ഈശ്വര, പാപമാണ്. പോലീസുകാരെ പ്രേമിക്കുക. കൺട്രോൾ തരണേ. ഇന്നലെ അവര് തമ്മിൽ നല്ല വഴക്കായിരുന്നു. ഗിരിയേട്ടൻ അവളെ തല്ലാൻ വരെ കയ്യൊങ്ങി, പക്ഷെ കൊടുത്തില്ല. നിന്നോട് ഇതൊക്കെ ഗിരി പറഞ്ഞോ? ഏയ്, ഏട്ടൻ ഇന്നലെ നടന്നത് എന്താണെന്ന് പോലും ഓർമ്മ കാണില്ല. കുടിച്ചിട്ട് ബോധം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞത്? അമ്മേ, അവിടുത്തെ വാതിലിന് അത്ര കനം പോരാ. അതുകൊണ്ട് ചെവി ചേർത്ത് വെച്ചാലേ എല്ലാം വ്യക്തമായിട്ട് കേൾക്കാം. അതിന്റെ കീഹോൾ വഴി അകത്ത് നടക്കുന്നതെല്ലാം കാണുകയും ചെയ്യാം. അയ്യേ, നീ സ്വന്തം ആങ്ങളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കൂ. ഛേ, നാണമില്ലേ നിനക്ക്? പിന്നെ അവിടെ നടക്കുന്ന എന്താണെന്ന് അറിയണ്ടേ? അല്ലെങ്കിലും അവിടെ മറ്റൊന്നും നടക്കുന്നില്ലല്ലോ, പിന്നെന്താ? എന്ന് കരുതി മനുഷ്യനായ കുറച്ച് നാണമൊക്കെ വേണം. എന്നിട്ട് അവരെന്താ സംസാരിച്ചത്? എന്തിനാ അന്വേഷിക്കുന്നേ? ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചതാ. ഒന്ന് പറ മോളെ. ശരി. ഇന്നലെ മുകുന്ദ വന്നപ്പോഴേ നമ്മള് ഭക്ഷണം കൊടുത്തില്ല എന്ന് മഞ്ജു നുണ പറഞ്ഞില്ലേ? അതിനെ ചൊല്ലിയായിരുന്നു വഴക്ക്.